റഷ്യൻ നാവികസേനയുടെ അഭിമാന പ്രതീകങ്ങളിലൊന്നായിരുന്നു K-141 കുർസ്ക് മുങ്ങിക്കപ്പൽ. അന്തർവാഹിനികളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിന് 2000 ഓഗസ്റ്റ് 12-ന് കുർസ്ക് ഇരയായി. റഷ്യൻ നാവികസേനയുടെ ഒരു നാവിക അഭ്യാസ പ്രകടനത്തിനിടെ മുങ്ങിക്കപ്പലിലെ ടോർപിഡോ പൊട്ടിത്തെറിച്ചുണ്ടായ അഗ്നിബാധക്കൊടുവിൽ കുർസ്ക് കടലിൽ മുങ്ങി. അതിലുണ്ടായിരുന്ന 118 പേരും മരിച്ചു. ആർട്ടിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ബാരൻസ് കടലിൽ വെച്ചായിരുന്നു അപകടം. ആധുനിക നാവികസേനകളുടെ പ്രവർത്തനങ്ങളിൽ മുങ്ങിക്കപ്പലുകൾക്ക് വർദ്ധിച്ച പങ്കാളിത്തമുണ്ട്. അമേരിക്ക, ചൈന, റഷ്യ എന്നീ വൻ ശക്തികൾക്കാണ് കൂടുതൽ മുങ്ങിക്കപ്പലുകളുള്ളത്. ചൈനയ്ക്ക് 78-ഉം അമേരിക്കയ്ക്ക് 68-ഉം റഷ്യയ്ക്ക് 64-ഉം മുങ്ങിക്കപ്പലുകളാണുള്ളത് എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം. ഇന്ത്യയ്ക്ക് 18 മുങ്ങിക്കപ്പലുകളുണ്ട്. ഇതിൽ 2 ആണവ അന്തർവാഹിനികളാണ്. അമേരിക്കക്കാണ് ഏറ്റവും അത്യാധുനികമായ മുങ്ങിക്കപ്പലുകളുള്ളത്. ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ, അറ്റാക്ക് സബ്മറൈൻ, ക്രൂസ് മിസൈൽ സബ്മറൈൻ എന്നിങ്ങനെ 3 തരം മുങ്ങിക്കപ്പലുകൾ അമേരിക്കയ്ക്കുണ്ട്. മികച്ച ആക്രമണശേഷിയുള്ള മുങ്ങിക്കപ്പൽ വ്യൂഹമാണ് റഷ്യയുടേത്. റഷ്യയുടെ K-222 മുങ്ങിക്കപ്പലുകളാണ് ഏറ്റവും വേഗം കൂടിയവയായി അറിയപ്പെടുന്നത്. ഏറ്റവും നീളം കൂടിയ മുങ്ങിക്കപ്പലും റഷ്യയുടേതാണ്. റഷ്യ 2022 ജൂലൈയിൽ കമ്മീഷൻ ചെയ്ത K-329 ബെൽഗോറോഡ് മുങ്ങിക്കപ്പലിന് 184 മീറ്റർ നീളമുണ്ട്. 5ാം തലമുറയിൽപ്പെട്ട അത്യാധുനിക മുങ്ങിക്കപ്പലാണിത്. റഷ്യൻ നാവികസേനയെ ഏറെ നാൾ വിമർശനത്തിന്റെ മുൾമുനയിൽ നിർത്തിയ സംഭവമാണ് കുർസ്ക് ദുരന്തം. 154 മീറ്റർ നീളവും 18.2 മീറ്റർ വീതിയുമുള്ള മുങ്ങിക്കപ്പലായിരുന്നു കുർസ്ക്. അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന കുർസ്കിന് മണിക്കൂറിൽ 59 കിലോമീറ്റർ വരെ വേഗമുണ്ടായിരുന്നു. 1994-ലാണ് കുർസ്ക് റഷ്യൻ നാവികസേനയുടെ ഭാഗമാകുന്നത്. റഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള ഒരു സ്ഥലമാണ് കുർസ്ക്. 2ാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി 1943-ൽ റഷ്യയും ജർമ്മനിയും തമ്മിൽ കുർസ്കിൽ ഏറ്റുമുട്ടി. യുദ്ധത്തിൽ റഷ്യ വിജയിച്ചു. യൂറോപ്പിൽ യുദ്ധത്തിന്റെ ഗതി തിരിച്ചുവിട്ട ഏറ്റുമുട്ടലുകളിലൊന്നാണിത്. ഈ യുദ്ധവിജയത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് റഷ്യ ആണവ മുങ്ങിക്കപ്പലിന് കുർസ്ക് എന്ന് പേരിട്ടത്. ഓസ്കർ ക്ലാസ് വിഭാഗത്തിൽപ്പെടുന്ന മുങ്ങിക്കപ്പലുകളിലൊന്നാണ് കുർസ്ക്. ഇത്തരത്തിലുള്ള നിരവധി മുങ്ങിക്കപ്പലുകൾ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചു. 1970-കളിലാണ് ഈ വിഭാഗത്തിലുള്ള ആദ്യത്തെ മുങ്ങിക്കപ്പൽ പുറത്തിറങ്ങിയത്. കുർസ്കിന്റെ നിർമ്മാണം 1990-ൽ തുടങ്ങി. K-141 എന്നാണ് ആദ്യം പേരിട്ടത്. സോവിയറ്റ് യൂണിയൻ ഇല്ലാതായപ്പോൾ അതിന്റെ പാരമ്പര്യ തുടർച്ച റഷ്യയ്ക്ക് ലഭിച്ചു. കുർസ്ക് യുദ്ധവിജയത്തിന്റെ 50ാം വാർഷികത്തിൽ റഷ്യ മുങ്ങിക്കപ്പലിന് കുർസ്ക് എന്ന് പുനർനാമകരണം ചെയ്തു. റഷ്യൻ നാവികസേനയുടെ നോർത്തേൺ ഫ്ലീറ്റിന്റെ ഭാഗമായി ഈ മുങ്ങിക്കപ്പൽ. സോവിയറ്റ് ന്യൂക്ലിയർ സബ്മറൈൻ ടെക്നോളജിയുടെ മികച്ച ഉദാഹരണം എന്നാണ് കുർസ്ക് വിശേഷിപ്പിക്കപ്പെട്ടത്. അമേരിക്കയുടെ ഒഹായോ ക്ലാസ് മുങ്ങിക്കപ്പലുകൾ കഴിഞ്ഞാൽ അക്കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ മുങ്ങിക്കപ്പലായിരുന്നു ഇത്. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ വ്യൂഹത്തെ പ്രതിരോധിക്കുകയായിരുന്നു കുർസ്ക് അടക്കമുള്ള റഷ്യൻ ആണവ മുങ്ങിക്കപ്പലുകളുടെ പ്രധാന ദൗത്യം. കുർസ്കിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ടോർപിഡോയ്ക്ക് ഒരു വിമാനവാഹിനി കപ്പലിനെ മുക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. ടോർപിഡോയ്ക്ക് പുറമെയാണ് കുർസ്കിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്രൂസ് മിസൈലുകൾ. 24 ക്രൂസ് മിസൈലുകളും 8 ടോർപിഡോകളും കുർസ്കിൽ ഘടിപ്പിക്കാൻ കഴിയുമായിരുന്നു. ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നതും 550 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതുമായ ഗ്രാനൈറ്റ് മിസൈലുകളും ആന്റി സബ്മറൈൻ മിസൈലുകളുമാണ് കുർസ്കിന്റെ ആയുധശേഖരത്തിൽ ഉണ്ടായിരുന്നത്. ഈ മിസൈലുകളിലും ടോർപിഡോകളിലും ആവശ്യമെങ്കിൽ അണ്വായുധങ്ങളും ഘടിപ്പിക്കാം. നിക്കലും ക്രോമിയവും സ്റ്റീലും ചേർത്ത പ്രത്യേക ലോഹസങ്കരം കൊണ്ട് കുർസ്ക് മുങ്ങിക്കപ്പലിന്റെ പുറം ചട്ട പൊതിഞ്ഞിരിക്കുന്നു. തുരുമ്പിനെ പ്രതിരോധിക്കുന്നതുകൂടാതെ അമേരിക്കയുടെ മാഗ്നറ്റിക് അനോമലി ഡിറ്റക്ടറിന്റെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാകാനും
ഈ ആവരണത്തിന് കഴിവുണ്ടായിരുന്നു. തുടർച്ചയായി 120 ദിവസം വരെ വെള്ളത്തിനടിയിൽ കിടക്കാൻ കുർസ്കിന് കഴിയും. ആർട്ടിക് സമുദ്രത്തിലെ മഞ്ഞുപാളികളെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള സജ്ജീകരണങ്ങളും ഈ മുങ്ങിക്കപ്പലിൽ ഉണ്ടായിരുന്നു. എന്നാൽ കുർസ്കിനെ നന്നായി പ്രയോജനപ്പെടുത്താൻ റഷ്യയ്ക്ക് കഴിഞ്ഞില്ല. സോവിയറ്റ് യൂണിയന്റെ പതനത്തെ തുടർന്ന് റഷ്യയ്ക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി റഷ്യൻ സൈന്യത്തെയും നന്നായി ബാധിച്ചു. റഷ്യൻ നാവികസേനയുടെ നോർത്തേൺ ഫ്ലീറ്റിലെ മുങ്ങിക്കപ്പലുകൾ പലതും നേവൽ ബേസിൽ നങ്കൂരമിട്ട് കിടക്കേണ്ടി വന്നു. നാവികർക്ക് കൃത്യമായി ശമ്പളം കിട്ടാതായി. മുങ്ങിക്കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾ പോലും മുടങ്ങി. 5 വർഷത്തെ സേവനത്തിനിടയിൽ ഒരു ദൗത്യം പൂർത്തിയാക്കാൻ മാത്രമേ കുർസ്കിന് കഴിഞ്ഞുള്ളൂ. 6 മാസം മാത്രം നീണ്ട ഒരു ദൗത്യം. കൊസോവോ യുദ്ധകാലത്ത് മെഡിറ്ററേനിയൻ കടലിലെത്തിയ അമേരിക്കയുടെ 6ാം കപ്പൽപ്പടയെ നിരീക്ഷിക്കുകയായിരുന്നു ആ ജോലി. കടലിലിറങ്ങാതെ ഭൂരിഭാഗം സമയവും കരയിലിരുന്നത് മൂലം കുർസ്കിലെ നാവികർക്ക് പ്രായോഗിക പരിജ്ഞാനം തീരെ കുറവായിരുന്നു. 2000 ഓഗസ്റ്റിൽ വിപുലമായൊരു നാവികാഭ്യാസ പരിപാടി നടത്താൻ റഷ്യൻ നാവികസേന തീരുമാനിച്ചു. 10 വർഷത്തിനിടയിൽ ആദ്യമായിട്ടായിരുന്നു ഇത്ര ബൃഹത്തായ ഒരു അഭ്യാസ പ്രകടനം. ഓഗസ്റ്റ് 10 ആരംഭിച്ച അഭ്യാസ പ്രകടനത്തിൽ 30 യുദ്ധക്കപ്പലുകൾ പങ്കെടുത്തു. നോർത്തേൺ കപ്പൽപ്പടയുടെ പതാക കപ്പലായ പ്യോട്ടർ വെലിക്കി, കുർസ്ക്, ആക്രമണത്തിന് ഉപയോഗിക്കുന്ന 4 മുങ്ങിക്കപ്പലുകൾ എന്നിവയ്ക്ക് പുറമെ നിരവധി ചെറിയ യുദ്ധക്കപ്പലുകളും നാവികാഭ്യാസത്തിനുണ്ടായിരുന്നു. പൂർണ്ണമായും ആയുധസജ്ജമായിരുന്നു കുർസ്ക്. റഷ്യൻ നാവികസേനയിലെ കപ്പലുകളിൽ ഏതു സമയത്തും ആയുധസജ്ജമായി സഞ്ചരിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില കപ്പലുകളിലൊന്നാണിത്. നേവൽ എക്സർസൈസിന്റെ ആദ്യ ദിനം കുർസ്ക് ഡമ്മി വാർഹെഡ് ഘടിപ്പിച്ച ഒരു ഗ്രാനൈറ്റ് മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചു. ഓഗസ്റ്റ് 12 പ്യോട്ടർ വെലിക്കി യുദ്ധക്കപ്പലിന് നേരെ ഡമ്മി ടോർപിഡോകൾ പ്രയോഗിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു കുർസ്ക്. ഈ ഡമ്മി ടോർപിഡോകളിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നില്ല. പരീക്ഷണത്തിന് ഉപയോഗിക്കാനുള്ളതായതിനാൽ കുറഞ്ഞ നിലവാരത്തിൽ നിർമ്മിക്കപ്പെട്ടവയായിരുന്നു ഇവ. ഇതിലൊരു ടോർപിഡോ രാവിലെ 11:30 വിക്ഷേപിക്കാൻ ഒരുങ്ങിയപ്പോൾ പൊട്ടിത്തെറിച്ചു. ഹൈഡ്രജൻ പെറോക്സൈഡ് ഇന്ധനം ചോർന്നതാണ് സ്ഫോടനത്തിന് കാരണമെന്ന് പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞു. ടോർപിഡോയിൽ പ്രൊപ്പല്ലന്റ് ആയി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വളരെ സാന്ദ്രതയുള്ള ഒരു രൂപമാണ്. ഇത് ഏതെങ്കിലും രാസത്വരകവുമായി ചേരാനിടയായാൽ വലിയ തോതിൽ പുകയും ഓക്സിജനും ഉണ്ടാകും. ഇതിന്റെ ഫലമായി ടോർപിഡോയിലെ മണ്ണെണ്ണ ടാങ്ക് തകർന്ന് തീപിടിക്കുകയും വൻ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തു. 250 കിലോഗ്രാം TNT പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്നതിന് തുല്യമായ സ്ഫോടനമാണ് നടന്നത്. ആദ്യത്തെ സ്ഫോടനം നടന്ന് 2 മിനിറ്റിന് ശേഷം മറ്റൊരു സ്ഫോടനം കൂടിയുണ്ടായി. ഏകദേശം 7 ടൺ TNT സ്ഫോടനത്തിന് തുല്യമായ പൊട്ടിത്തെറിയാണ് ഇത്തവണയുണ്ടായത്. മുങ്ങിക്കപ്പലിന്റെ ഹള്ളിൽ വലിയൊരു ദ്വാരമുണ്ടായി. 3 കമ്പാർട്ട്മെന്റുകൾ തകർന്ന് തരിപ്പണമായി. മുങ്ങിക്കപ്പൽ കടലിൽ താണു. അതിലുണ്ടായിരുന്ന 118 പേരും മരിച്ചു. റഷ്യയിലെ വടക്കൻ തുറമുഖ നഗരമായ സെവെറോമോസ്കിൽ നിന്ന് 135 കിലോമീറ്റർ അകലെയാണ് അപകടം നടന്നത്. അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നതിന് ബ്രിട്ടന്റെയും നോർവേയുടെയും നാവികസേനകൾ സഹായം വാഗ്ദാനം ചെയ്തു. റഷ്യ അത് നിരസിച്ചു. റഷ്യയുടെ മുങ്ങൽ വിദഗ്ധർ മുങ്ങിക്കപ്പലിന്റെ ടർബൈൻ റൂമിൽ നിന്ന് 24 മൃതദേഹങ്ങൾ കണ്ടെത്തി. സ്ഫോടനത്തെ തുടർന്ന് മുങ്ങിക്കപ്പൽ കടലിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിയപ്പോൾ ഈ കമ്പാർട്ട്മെന്റിലുള്ളവർ മരിച്ചിരുന്നില്ല. പിന്നീടാണ് പ്രാണവായു കിട്ടാതെ അവർക്ക് ജീവൻ നഷ്ടമായത്. കൃത്രിമമായി ഓക്സിജൻ നിർമ്മിക്കാനുള്ള ഉപകരണം കുർസ്കിൽ ഉണ്ടായിരുന്നു. എന്നാൽ അപകടത്തെ തുടർന്ന് അത് പ്രവർത്തനരഹിതമായി. സ്ഫോടനത്തെ അതിജീവിച്ച നാവികർ പലരും കടലിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ തീനാളങ്ങൾ അവരെയും വിഴുങ്ങി. ചിലർ പുകയിൽ ശ്വാസം മുട്ടി മരിച്ചു. രക്ഷാപ്രവർത്തനം ഒട്ടും കാര്യക്ഷമമായിരുന്നില്ലെന്ന് വലിയ വിമർശനമുണ്ടായി. മുങ്ങിക്കപ്പൽ ദുരന്തം നടക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കരിങ്കടൽ തീരത്തെ സുഖവാസ കേന്ദ്രമായ സോച്ചിയിൽ വിശ്രമത്തിലായിരുന്നു. അദ്ദേഹം പ്രസിഡന്റായിട്ട് 4 മാസമേ ആയിരുന്നുള്ളൂ.
സൈനിക അധികൃതർ അദ്ദേഹത്തെ വിവരമറിയിച്ചു. എങ്കിലും 5 ദിവസത്തിന് ശേഷമാണ് പുടിൻ സോച്ചി റിസോർട്ടിൽ നിന്ന് മടങ്ങിയത്. ഇത് റഷ്യയിൽ വലിയ ജനരോഷത്തിന് കാരണമായി. പുടിന്റെ ജനപിന്തുണ വൻതോതിൽ ഇടിഞ്ഞു. താൻ എവിടെയായിരുന്നാലും രക്ഷാപ്രവർത്തനത്തെ അത് ബാധിക്കില്ലെന്നും അപകടവാർത്ത കേട്ട ഉടൻ മോസ്കോയിലേക്ക് മടങ്ങേണ്ടതായിരുന്നുവെന്നും 1 വർഷത്തിനു ശേഷം പുടിൻ പരിതപിച്ചു. മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്നാണ് കുർസ്ക് മുങ്ങിക്കപ്പലിൽ അപകടമുണ്ടായത് എന്നൊരു വിശദീകരണം റഷ്യൻ നേവി ആദ്യം നൽകിയിരുന്നു. എന്നാൽ ഗവൺമെന്റിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ആ വാദത്തിൽ കഴമ്പില്ലെന്ന് തെളിഞ്ഞു. കൂടിയ സാന്ദ്രതയിലുള്ള ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ചോർച്ചയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ടോർപിഡോ റൂമിലാണ് ആദ്യം സ്ഫോടനം നടന്നത്. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം തൽക്ഷണം മരിച്ചു. തുടർന്ന് രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിൽ സ്ഫോടനമുണ്ടായി. എയർ കണ്ടീഷനിംഗ് വെന്റുകളിലൂടെയാണ് തീ പടർന്നതെന്നാണ് നിഗമനം. ആദ്യ സ്ഫോടനത്തെ തുടർന്ന് ടോർപിഡോ റൂമിൽ താപനില 2700 ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു. ഈ ഉയർന്ന താപനില റൂമിൽ സൂക്ഷിച്ചിരുന്ന മറ്റ് ടോർപിഡോകളെ പ്രവർത്തനനിരതമാക്കി. 5-7 ടോർപിഡോകൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചപ്പോൾ 7 ടൺ TNT സ്ഫോടനത്തിന് തുല്യമായ സ്ഫോടനമാണ് ഉണ്ടായത്. ഇതിന്റെ പ്രകമ്പനം റിക്ടർ സ്കെയിലിൽ 4.2 തീവ്രതയുള്ള ഭൂകമ്പത്തിന് സമമായി രേഖപ്പെടുത്തപ്പെട്ടു. എന്നാൽ റഷ്യൻ നാവികസേനയിലെ വൈസ് അഡ്മിറൽ വലേറി റിയാസൻസേവ് ഗവൺമെന്റ് അന്വേഷണത്തിലെ നിഗമനത്തോട് യോജിച്ചില്ല. നാവികർക്ക് മതിയായ പരിശീലനം ലഭിക്കാത്തതും ആയുധങ്ങൾക്ക് ശരിയായ മെയിന്റനൻസോ പരിശോധന ഇല്ലാതിരുന്നതുമാണ് അപകടത്തിന് കാരണമാക്കിയതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കുർസ്കിലെ ജീവനക്കാർക്ക് ആധുനിക ടോർപിഡോകളും മിസൈലുകളും കൈകാര്യം ചെയ്യാനുള്ള സാങ്കേതിക ജ്ഞാനം ഉണ്ടോയെന്ന് ആരും പരിശോധിച്ചിരുന്നില്ലത്രേ. അറിവില്ലായ്മയും പരിചയക്കുറവും ഒത്തുചേർന്നപ്പോൾ അപകടത്തെ വിളിച്ചുവരുത്തി. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഒരു കാലത്ത് അമേരിക്കയോട് കിടപിടിക്കുന്ന സൈന്യമായിരുന്നു സോവിയറ്റ് യൂണിയന്റേത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ച റഷ്യൻ സൈന്യത്തിന്റെ നടുവൊടിച്ചു. ദോഷേകദൃക്കുകൾ കണക്കുകൂട്ടിയതിലും പരിതാപകരമായ അവസ്ഥയിലേക്ക് അത് എത്തിയെന്ന് കുർസ്ക് ദുരന്തം സാക്ഷ്യപ്പെടുത്തുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 108 മീറ്റർ താഴ്ചയിലാണ് പൊട്ടിത്തകർന്ന മുങ്ങിക്കപ്പൽ കിടന്നത്. മുങ്ങിക്കപ്പൽ അവിടെ നിന്ന് പൊക്കിയെടുക്കാൻ 2 ഡച്ച് കമ്പനികൾ ചേർന്ന് രൂപീകരിച്ച കൺസോർഷ്യത്തിന് റഷ്യ കരാർ നൽകി. ജയന്റ് 4 എന്ന ബാർജ് ഉപയോഗിച്ച് അവർ മുങ്ങിക്കപ്പൽ പൊക്കിയെടുത്തു. മരിച്ച നാവികരുടെ ഭൗതികാവശിഷ്ടങ്ങളും അതിൽ നിന്ന് കിട്ടി. മുങ്ങിക്കപ്പൽ കെട്ടിവലിച്ച് സെവറോമോസ്കിലേക്ക് പരിശോധനയ്ക്കായി കൊണ്ടുവന്നു. കുർസ്കിലെ ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഭാഗങ്ങൾ റഷ്യയുടെ വടക്കുള്ള സെയ്ദ ഉൾക്കടലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ വെച്ച് റിയാക്ടറിന്റെ ഘടകങ്ങളും ആണവ ഇന്ധനവും അഴിച്ചുമാറ്റി. കുർസ്ക് ദുരന്തത്തിൽ നിന്ന് ആരെങ്കിലും പാഠം പഠിച്ചോ എന്ന് സംശയം. റഷ്യൻ നാവികസേനയിൽ മുങ്ങിക്കപ്പൽ ദുരന്തങ്ങൾ പിന്നെയുമുണ്ടായി. K-152 നർപ്പ എന്ന മുങ്ങിക്കപ്പലിൽ 2008 നവംബർ 8-നുണ്ടായ അപകടത്തിൽ 20 പേർ മരിക്കുകയും 41 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കുർസ്ക് ദുരന്തത്തിന് ശേഷം ഒരു റഷ്യൻ മുങ്ങിക്കപ്പലിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടമാണിത്. ഈ മുങ്ങിക്കപ്പലിന്റെ പരീക്ഷണ ഓട്ടത്തിനിടെയായിരുന്നു അപകടം.
മുങ്ങിക്കപ്പലിന്റെ 2 കമ്പാർട്ട്മെന്റുകളിൽ ഹാലോൺ വാതകം ലീക്ക് ചെയ്തു. ഒരു ജീവനക്കാരൻ ഒരു യന്ത്ര സംവിധാനം തെറ്റായി പ്രവർത്തിപ്പിച്ചതാണ് കാരണമെന്ന് പറയുന്നു. ടെസ്റ്റ് ട്രയൽ ആയിരുന്നതിനാൽ നാവികരെ സഹായിക്കാൻ ധാരാളം സിവിലിയന്മാരും അപകടം നടക്കുന്ന സമയത്ത് മുങ്ങിക്കപ്പലിൽ ഉണ്ടായിരുന്നു. 3 നാവികർ ഒഴികെ അപകടത്തിൽ മരിച്ച മറ്റുള്ളവരെല്ലാം സിവിലിയന്മാരായിരുന്നു. 2001 ഫെബ്രുവരിയിൽ USS ഗ്രീൻവിൽ എന്ന അമേരിക്കൻ മുങ്ങിക്കപ്പൽ അബദ്ധത്തിൽ ജപ്പാന്റെ ഒരു മത്സ്യബന്ധന പരിശീലന കപ്പൽ മുക്കി. 4 വിദ്യാർത്ഥികളടക്കം 9 പേർ മരിച്ചു. ഹവായിലെ ഓഹു ദ്വീപിനടുത്ത് വെച്ചായിരുന്നു അപകടം. പെരിസ്കോപ്പിലൂടെ നിരീക്ഷിക്കുന്നതിനിടെ മുങ്ങിക്കപ്പലിന്റെ ക്യാപ്റ്റനും മറ്റ് ജീവനക്കാർക്കും പറ്റിയ പിഴവും ആശയവിനിമയത്തിലുണ്ടായ തെറ്റിദ്ധാരണകളുമാണ് അപകടത്തിനിടയാക്കിയത്. എഹിമേമാരു എന്നു പേരുള്ള ജാപ്പനീസ് മത്സ്യബന്ധന കപ്പലിന് കൂട്ടിയിടിയിൽ ചെറിയ തകരാറുകളെ സംഭവിച്ചിരുന്നുള്ളൂ. എന്നാൽ അതിലുള്ളവരെ സഹായിക്കാൻ അമേരിക്കൻ മുങ്ങിക്കപ്പലിന്റെ ഭാഗത്തുനിന്ന് ശ്രമമൊന്നും ഉണ്ടായില്ല. കൂറ്റൻ തിരമാലകളാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിന്ന ഒരു ഘടകം. ഈ സംഭവത്തിൽ അമേരിക്കൻ നേവിക്ക് കടുത്ത വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. 2002 ഒക്ടോബറിൽ USS ഒക്ലഹോമ സിറ്റി എന്ന മുങ്ങിക്കപ്പൽ ജിബ്രാൾട്ടർ കടലിടുക്കിൽ വെച്ച് ഒരു ഓയിൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചു. ആർക്കും ജീവാപായം ഉണ്ടായില്ലെങ്കിലും മുങ്ങിക്കപ്പലിന് കാര്യമായ കേടുപാടുകൾ പറ്റി. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിന് മുങ്ങിക്കപ്പലിന്റെ കമാൻഡർ റിച്ചാർഡ് വോട്ടറെ പദവികളിൽ നിന്ന് മാറ്റി നിർത്തി. 2002 നവംബറിൽ ബ്രിട്ടീഷ് നേവിയുടെ HMS ട്രഫാൾഗർ എന്ന മുങ്ങിക്കപ്പൽ ഒരു ദ്വീപിലേക്ക് അബദ്ധത്തിൽ ഇടിച്ചു കയറി. മുങ്ങിക്കപ്പലിന് കേടുപാടുകൾ പറ്റുകയും 3 നാവികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2003 മെയ്യിൽ ചൈനയുടെ ഗ്രേറ്റ് വാൾ 361 എന്ന മുങ്ങിക്കപ്പലിലുണ്ടായ അപകടത്തിൽ അതിലുണ്ടായ 70 ജീവനക്കാരും കൊല്ലപ്പെട്ടു. യന്ത്ര തകരാറാണ് അപകട കാരണം എന്ന് പറഞ്ഞതല്ലാതെ വിശദാംശങ്ങൾ പുറത്തുവിട്ടില്ല. 2006 സെപ്റ്റംബറിൽ ഡാനിൽ മോസ്കോവ്സ്കി എന്ന റഷ്യൻ മുങ്ങിക്കപ്പലിലുണ്ടായ തീപിടുത്തത്തിൽ 2 പേർ മരിച്ചു. 2013 ഓഗസ്റ്റിൽ ഇന്ത്യയുടെ INS സിന്ധുരക്ഷക് എന്ന മുങ്ങിക്കപ്പൽ സ്ഫോടനത്തിന് ശേഷം കടലിൽ മുങ്ങിത്താണതാണ് മറ്റൊരു വലിയ അപകടം. മുംബൈയിൽ നങ്കൂരമിട്ട് കിടക്കുകയായിരുന്നു മുങ്ങിക്കപ്പൽ. പാതിരാത്രിക്ക് ശേഷം അതിൽ തീപിടുത്തവും സ്ഫോടനങ്ങളുമുണ്ടായി. മുങ്ങാൻ തുടങ്ങിയ കപ്പലിൽ നിന്ന് നാവികർ എടുത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നീട് മുങ്ങിക്കപ്പൽ വെള്ളത്തിൽ നിന്ന് പൊക്കിയപ്പോൾ 18 മൃതദേഹങ്ങൾ അതിൽ നിന്ന് കിട്ടി. മുങ്ങിക്കപ്പലിൽ ടോർപിഡോ ഘടിപ്പിക്കുമ്പോൾ പറ്റിയ പിഴവാണ് അപകട കാരണമെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. സിന്ധുരക്ഷകിലെ ടോർപിഡോ പൊട്ടി സമീപത്തുണ്ടായിരുന്ന INS സിന്ധുരത്ന എന്ന മറ്റൊരു മുങ്ങിക്കപ്പലിനും കേടുപാടുകൾ പറ്റി. സിന്ധുരക്ഷക് പിന്നീട് ഉപേക്ഷിക്കേണ്ടി വന്നു. അത്യന്തം കൃത്യതയും സൂക്ഷ്മതയും നല്ല പരിചയസമ്പത്തും ആവശ്യമുള്ളതാണ് മുങ്ങിക്കപ്പലുകളിലെ ജോലിയെന്നും ചെറിയ പിഴവുകൾ പോലും വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കാമെന്നും കുർസ്കിലെയും മറ്റ് മുങ്ങിക്കപ്പലുകളിലെയും അപകടങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. What?